6 വയസ്സുകാരിയുടെ ജീവനു വേണ്ടി മട്ടന്നൂർ ശിവപുരത്തെ സെന്റ് തോമസ് കോളേജ് NSS വളണ്ടിയർമാർ ഒരുമിച്ചു. തലാസീമിയ രോഗം ബാധിച്ച നിയ ഫാത്തിമ എന്ന കുഞ്ഞിനു വേണ്ടി ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ക്യാമ്പ് കോളേജിൽ സംഘടിപ്പിച്ചു. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനം കുറയുന്ന രോഗാവസ്ഥയാണ് തലസീമിയ. ജീവിതത്തിലേക്ക് പിച്ചവയ്ക്കും മുൻപ് ഈ കുരുന്നിനെ ബാധിച്ച രോഗത്തിൽ നിന്നും തിരികെ എത്തിക്കാൻ വിവിധ കൂട്ടായ്മകൾ പരിശ്രമം നടത്തിവരികയാണ്. വിദ്യാർത്ഥികൾ എന്നത് പുസ്തകപ്പുഴുക്കൾ മാത്രമല്ലെന്നും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്നവരാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നിയയ്ക്കു വേണ്ടി ഇവർ ഒരുമിച്ചത്. നിയയുടെ അതേ രക്തമൂലക കോശമുള്ളവരെ കണ്ടെത്തി വേണം ഇനി ചികിത്സ തുടരാൻ. അതിനുവേണ്ടിയാണ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ക്യാമ്പിനെ കുറിച്ച് സംഘാടകയായ അതുല്യ കൃഷ്ണ പറയുന്നു. ഉൾക്കവളിൽ നിന്ന് ഒരു അണുവിമുക്തമായ ഒരു പഞ്ഞി ഉപയോഗിച്ചിട്ട് സാമ്പിൾ എടുത്താൽ ഡോണറായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ സാമ്പിളിൽ നിന്ന് നമ്മൾ ഹൈ റെസൊല്യൂഷൻ HLA ടൈപ്പിംഗ് എന്നുള്ള റിപ്പോർട്ടാണ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി 60 ദിവസം കഴിയണം. നമ്മൾ ആ 60 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു രോഗിക്ക് എപ്പോഴെങ്കിലും ആ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തി മാച്ച് ആവുകയാണെങ്കിൽ നമുക്കത് ഡൊണേഷനിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ആ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ പ്ലേറ്റ്ലെറ്റ് എല്ലാം ഡൊണേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പം ബ്ലഡ് ക്യാൻസർ പോലെ ബ്ലഡിൽ ഉണ്ടാവുന്ന 100-ലധികം രോഗങ്ങൾക്കുള്ള ഒരു അവസാനത്തെ ചികിത്സയാണ് ഇങ്ങനെ ഒരു സ്റ്റെം സെൽസ് മാറ്റിവെക്കുക എന്നുള്ളത്. ഇരു കവിളിനുള്ളിലും വൃത്തിയുള്ള കോട്ടൺ ഉപയോഗിച്ച് ഉരസിയാണ് കോശങ്ങൾ ശേഖരിക്കുക. തുടർന്ന് ഇവ പരിശോധനകൾ നടത്തിയ ശേഷമാണ് യോജിക്കുന്നവരെ കണ്ടെത്തുക. കുടുംബത്തിൽ ജനിതക സാമ്യമുള്ള ദാതാവിനെ കണ്ടെത്താനുള്ള സാധ്യത 25% മാത്രമാണുള്ളത്. പുറമെയുള്ളവരിൽ 10,000-ൽ 1 മുതൽ 2 മില്യണിൽ 1 വരെ മാത്രമേ സാമ്യമുള്ള രക്തമൂലക കോശമുള്ളവരെ കണ്ടെത്താനാവൂ. ധാത്രി എന്ന സംഘടനയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഷിനു മാത്യു ജോൺ, NSS പ്രോഗ്രാം ഓഫീസർ KK അഖിൽ, PE അഭിദേവ്, അബിൻ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.